കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആയിഷ എന്ന പെൺകുട്ടി ജീവിച്ചിരുന്നു. ആയിഷയ്ക്ക് കറുത്ത നിറം. അവൾ വളരെ സുന്ദരിയായിരുന്നു. പക്ഷേ ഗ്രാമത്തിലെ പലരും നിറം കൊണ്ടാണ് ആളുകളെ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം എളുപ്പമായിരുന്നില്ല. ആയിഷയുടെ ഉമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നീട് അവളുടെ ഉപ്പ രണ്ടാമതായി വിവാഹം ചെയ്തു. പുതിയ ഉമ്മ, എല്ലാവരും രണ്ടാമത്തെ ഉമ്മ എന്ന് വിളിച്ചവൾ, ആയിഷയെ ഒരിക്കലും സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചിരുന്നില്ല. ഇത്ര കറുത്ത പെൺകുട്ടിയെ ആരാ വിവാഹം കഴിക്കാൻ വരിക? ഇവളെ കണ്ടാൽ തന്നെ ആളുകൾ തിരിഞ്ഞു പോകും എന്നിങ്ങനെ ദിവസവും കുത്തുവാക്കുകൾ രണ്ടാനമ്മയിൽ നിന്ന് ഉണ്ടായിരുന്നു. ഉമ്മയുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും ആയിഷ പതറിയില്ല. ആയിഷ പടച്ച റബ്ബിന്റെ മുന്നിൽ ആരും കാണാതെ നിസ്കാരപ്പായയിൽ ഇരുന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹുവേ, ഞാൻ ഒന്നിനും പറ്റാത്തവളാണ്. എൻ്റെ തൊലി കറുപ്പ് കാരണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇനി ഈ ദുനിയാവിൽ നീ ആരെയും കറുത്ത കളറിൽ പിറപ്പിക്കല്ലേ. ഹൈറാണെങ്കിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥയെ നീ ഒന്ന് മാറ്റിത്തരണം എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിലും രണ്ടാനമ്മ വന്ന് ശകാരിച്ചു കൊണ്ടേയിരിക്കും. ആയിഷ വളരെ ശാന്തയായ കുട്ടിയായിരുന്നു. അവൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു രാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കും, ഭക്ഷണം പാകം ചെയ്യും, അച്ഛനെ നോക്കും. എന്നാൽ ഉമ്മയുടെ വാക്കുകൾ മാത്രം മാറിയില്ല. കാലം കടന്നു. ആയിഷ വിവാഹപ്രായമെത്തി. ഒരു ദിവസം ഒരു വിവാഹാലോചന വന്നു. വീട്ടിൽ ആളുകൾ വന്നു. ആയിഷ ചായ കൊടുത്തു. പക്ഷേ അവർ പോയതിന് ശേഷം രണ്ടാമത്തെ ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവൾക്കിഷ്ടമായില്ല, നിന്റെ നിറം കൊണ്ടാണ്. അത് കേട്ട് ആയിഷ ഒളിഞ്ഞു കരഞ്ഞു. അങ്ങനെ പല വിവാഹാലോചനകളും വന്നു. പക്ഷേ ഓരോന്നും എന്തെങ്കിലും കാരണം പറഞ്ഞു മുടങ്ങി. ഗ്രാമത്തിലെ ചിലർ പറഞ്ഞിരുന്നു, ആയിഷ നല്ല മനസ്സുള്ള പെൺകുട്ടിയാണ്, പക്ഷേ ആളുകൾ നിറം മാത്രമേ നോക്കൂ. ഒരു ദിവസം ഉപ്പയുടെ പഴയ സുഹൃത്ത് വീട്ടിൽ വന്നു. അവനൊപ്പം അവൻ്റെ മകൻ ഫൈസൽ ഉണ്ടായിരുന്നു. ഫൈസൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു നല്ല യുവാവാണ്. ആയിഷ അടുക്കളയിൽ നിന്ന് ചായ കൊണ്ടുവന്നു. ഫൈസൽ അവളെ ആദ്യമായി കണ്ടപ്പോൾ അവളുടെ ശാന്തമായ മുഖവും നാണവും ശ്രദ്ധിച്ചു. അവൾ സംസാരിച്ചില്ല, പക്ഷേ അവളുടെ കണ്ണുകളിൽ നന്മ ഉണ്ടായിരുന്നു. പിന്നീട് ഫൈസൽ തൻ്റെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, ആ പെൺകുട്ടി വളരെ നല്ലവളാണ്. ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കും. വീട്ടിൽ എല്ലാവർക്കും അതിശയമായി. രണ്ടാമത്തെ ഉമ്മ പോലും വിശ്വസിച്ചില്ല. നിനക്കിത് ശരിക്കും വേണോ? അവൾ ചോദിച്ചു. ഫൈസൽ ചിരിച്ചു പറഞ്ഞു, നിറം നോക്കിയല്ല, മനസ്സാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ആയിഷയുടെ വിവാഹം നിശ്ചയമായി. വിവാഹ ദിവസം ഗ്രാമം മുഴുവൻ വീട്ടിൽ വന്നു. ആയിഷയുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണീര്. രണ്ടാമത്തെ ഉമ്മ പോലും അന്ന് ആദ്യമായി മിണ്ടാതെ നിന്നു. കാരണം അവൾക്ക് മനസ്സിലായി, മനസ്സിൻ്റെ സൗന്ദര്യം നിറത്തേക്കാൾ വലുതാണ്. ഇതിൽ ചിലർ അസൂയക്കാരുമുണ്ടായിരുന്നു. ആയിഷയുടെ ഭർത്താവിനെ കണ്ടിട്ട് നാട്ടുകാർക്കും അസൂയ തോന്നി. കാരണം പൈസ കൊണ്ടാണെങ്കിൽ അവൻ കോടീശ്വരനാണ്, നിറം കൊണ്ടാണെങ്കിലും അവൻ ലോകത്തെ കീഴടക്കും പോലത്തെ ഗ്ലാമറുമാണ്. ഇവനെ എങ്ങനെ ഇവൾക്ക് കിട്ടി? നാട്ടുകാർക്കൊക്കെ അസൂയയും കുശുമ്പും കൂടി. ഒപ്പം രണ്ടാനമ്മയ്ക്കും അസൂയ തോന്നി. രണ്ടാനമ്മയുടെ മനസ്സാകെ പതറിയിരുന്നു. രണ്ടാനമ്മയ്ക്ക് കാര്യം മനസ്സിലായി. നിറത്തിലല്ല, സൗന്ദര്യത്തിലല്ല ഒരു മനുഷ്യനെ അളക്കേണ്ടത്, അവളുടെ സ്വഭാവത്തിലാണ് എന്നത്. അപ്പോഴേക്കന്നെ രണ്ടാനമ്മ അവളെ വിളിച്ചു, അവളെ പൊരുത്തപ്പെടിപ്പിച്ചു. ആയിഷയുടെ ജീവിതം കഷ്ടത്തിലായപ്പോൾ ആയിഷ പതറിയില്ല. ആയിഷക്ക് ക്ഷമ ഉണ്ടായിരുന്നു. ആയിഷ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമാണ് കൈകൾ ഉയർത്തിയത്. പരാതികൾ പറഞ്ഞതും പരിഭവങ്ങൾ പറഞ്ഞതും അള്ളാഹുവിനോട് മാത്രമാണ്. അതിനുള്ള പ്രതിഫലമാണ് അള്ളാഹു ഇപ്പോൾ കൊടുത്തത്. അള്ളാഹു അവളുടെ ദുആ സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. അവളുടെ ജീവിതം ആകെ മാറി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, നിന്റെ സങ്കടങ്ങളൊക്കെ നീ ഇവിടെ വെക്കണം, ഈ ചുമരുകൾക്കുള്ളിൽ. എന്നിട്ട് എൻ്റെ കൂടെ പോരുക. നിന്റെ സങ്കട ജീവിതം ഇവിടെ തീർന്നു. ഇനി നീ സന്തോഷവതിയായിരിക്കണം. നിന്റെ കണ്ണുകൾ നിറഞ്ഞാൽ എൻ്റെ കണ്ണും നിറയും. പിന്നീടുള്ള ദിവസം അവളും ഭർത്താവും സന്തോഷവതിയായി ജീവിച്ചു. അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. അവൾ നല്ല ഹാപ്പിയായി നല്ല പൈസയുള്ള വീട്ടിലെത്തുകയും ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയ പാഠം എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു വ്യക്തിയെ അളക്കുന്നത് അവളുടെ കളറിലല്ല, അവളുടെ നിറത്തിലല്ല, അവളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലാണ്. അടുത്തൊരു പാഠം നിങ്ങൾക്ക് എന്താണ് പഠിക്കാനെന്ന് ഓർക്കുന്നുണ്ടോ? ക്ഷമ നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിലെത്തിക്കും, വിജയത്തിലെത്തിക്കും. അടുത്തൊരു പാഠമാണ്, നമ്മൾക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് അള്ളാഹുവിനോട് മാത്രം പരാതി പറയുക, ദുആ ചെയ്യുക. ദുആയ്ക്ക് ഉത്തരം വലുതായിരിക്കും. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.